നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങളായാലും അഭിപ്രായ വ്യത്യാസങ്ങളായാലും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റ് കണ്ടിട്ടുണ്ടോ? അതായത് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ 90 ഓവർ എറിഞ്ഞ് കളിക്കുന്ന ഒരു ക്രിക്കറ്റിൻ്റെ ഒരു വെർഷനാണ് ടെസ്റ്റ് ക്രിക്കറ്റ്. വൺ ഡേ ഇൻ്റർനാഷണലും 2020 ഒക്കെ വന്നു, അതൊക്കെ വേറെ അവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഗാലറിയിൽ ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പൊതുവെ മുഷിപ്പൻ ഗെയിമിംഗ് ആയിരിക്കും. കാര്യം 90 ഓവറുണ്ട്. ഈ ഓവറിൽ വളരെ പതുക്കെ ആയിരിക്കും, വലിയ ഷോട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തന്നെയല്ല, പിന്നെ അതുകൊണ്ട് തന്നെ കാണികളുടെ എണ്ണം വളരെ ഗാലറിയിൽ കുറവായിരിക്കും ഈ ടെസ്റ്റ് ക്രിക്കറ്റ് കാണുമ്പോൾ. ഇന്ന് അതുപോലെ ഒരു സംഭവമാണ് ശരിക്കും ഇന്ന് ഇവിടെ ഉണ്ടായത്. അതായത് നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം വലിയ കാര്യമായി ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. ഈ അടിയന്തര പ്രമേയത്തെ എനിക്ക് തോന്നുന്നു UDF അല്ലെങ്കിൽ പ്രതിപക്ഷം ഭയക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് അതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കഴിഞ്ഞ ദിവസം വിളപ്പിശാല ആശുപത്രിയിൽ, അവിടുത്തെ ഹെൽത്ത് സെൻ്ററിൽ ഒരാൾ രോഗി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ രോഗിയെ പ്രാഥമിക ചികിത്സ പോലും നൽകാതെ അവിടെ നിന്ന് പറഞ്ഞയച്ചു എന്നായിരുന്നു ഗുരുതരമായ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു അടിയന്തര പ്രമേയമാണ്. ഇവിടെ മെഡിക്കൽ രംഗം, അതായത് പൊതുജനാരോഗ്യ രംഗം വല്ലാതെ കൂപ്പുകുത്തി കിടക്കുന്നു, വെന്റിലേറ്ററിൽ കിടക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രതിപക്ഷം ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. സാധാരണ പോലെ തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു. തുടർന്ന് മന്ത്രി വീണ ജോർജ് എടുത്തിട്ട് അലക്കി പൊരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ കേട്ടിട്ടില്ലാത്ത പലതും പിന്നെ എന്താ പറയുക, ശിവകുമാർ എന്ന് പറയുന്ന മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കേട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ശിവകുമാറിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് നിൽക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കേസാണ് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളത്. എങ്ങനെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്ന മരുന്നുകൾ മറിച്ചു വിൽക്കുക, സർക്കാർ ആശുപത്രിയെ ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ലാഭം അടിച്ചു മാറ്റുക, അല്ല അവിടെ നിന്നുള്ള പണം പിടുങ്ങുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലൂടെ അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിൻ്റെ പേരിൽ ഇപ്പോഴും ED അന്വേഷണം നേരിടുന്നു. അതിൻ്റെ പേരിൽ ഒരു മണ്ഡലം തന്നെ BJPക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്ത ഒരു വലിയ മഹാനായ ഒരു മന്ത്രിയാണ് VS ശിവകുമാർ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ആ ശിവകുമാറിൻ്റെ കാലത്തെക്കുറിച്ച് വലിയ കാര്യമായി പറഞ്ഞു. എല്ലാവരും വിളിച്ചു പോകുന്ന ഒന്നുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്ന് പറഞ്ഞാൽ മാവേലി നാട് വാണിയിടും പോലെ ആയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ UDF ഇങ്ങനെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലം അത്ര വിശിഷ്ടമായ കാലമായിരുന്നു, അതിൽ നിന്നൊക്കെ കേരളം ഭയങ്കര തകർച്ചയിലേക്ക് പോയി, നമ്മുടെ ആതുര സേവന രംഗം വല്ലാത്ത കൂപ്പുകുത്തി വെന്റിലേറ്ററിൽ കിടക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. സത്യത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യരംഗം സത്യത്തിൽ മോർച്ചറിയിൽ കിടക്കുകയായിരുന്നു. അതായത് മോർച്ചറിക്കുള്ളിൽ ഈ സ്റ്റിഫായിട്ട് കിടക്കില്ലേ, മരവിച്ച് കിടന്ന ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലേക്ക്, ശരീരമൊക്കെ ഫ്ലെക്സിബിൾ ആവുന്ന തരത്തിലേക്ക്, ജീവൻ്റെ ഒരു ചെറു തുടിപ്പെങ്കിലുമുള്ള ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുത്തത് പിണറായി വിജയൻ്റെ 2 ടേമായിട്ടുള്ള ഭരണകാലഘട്ടമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരും. ഒന്ന് നമുക്കറിയാം, KK ശൈലജ ടീച്ചർ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ടീച്ചർ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ നെടുന്തൂണായിട്ട്. ഇവിടെ ആ സമയത്ത് കോവിഡ് വന്നു, പിന്നെ നിപ്പ തുടങ്ങിയ എല്ലാ മാരക രോഗങ്ങളും നമ്മളെ വന്ന് കീഴടക്കുന്ന സമയത്തും ടീച്ചറുടെ കരുണ കൊണ്ട് അല്ലെങ്കിൽ ടീച്ചറുടെ യഥാവിധിയായിട്ടുള്ള ഇടപെടൽ കാരണം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ടീച്ചർ അത്രത്തോളം വിജയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ടീച്ചർ വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയും ചെയ്തു. അതോടുകൂടി മെഡിക്കൽ രംഗം മറ്റൊരു തലത്തിലേക്ക് എത്തി, ഈ പറയുന്ന വെന്റിലേറ്ററിലേക്കെങ്കിലും എത്തി മോർച്ചറിയിൽ നിന്ന്. അതിനുശേഷം വീണ ജോർജ് വന്നപ്പോഴും തക്കതായ കാതലായ മാറ്റങ്ങൾ ആരോഗ്യരംഗത്തിനുണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല, ആദ്യം മനസ്സിലാക്കൂ. പ്രതിപക്ഷം പക്ഷേ അത് തിരിച്ചറിയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊരു അടിയന്തര പ്രമേയം വന്നത് എന്തുകൊണ്ട് നന്നായി. കാര്യം പൊതുജനത്തിന് അറിയേണ്ട പല കാര്യങ്ങളും മന്ത്രി വീണ ജോർജിലൂടെ കേൾക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒന്നാണ് നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഡയാലിസിസ് നടത്തുന്ന കേന്ദ്രങ്ങൾ ഇതിനു മുൻപ് UDF ഇവിടെ ഭരിച്ചല്ലോ. ആ UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഡയാലിസിസ് കേന്ദ്രങ്ങൾ, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും വീണ ജോർജ് തുടങ്ങുന്നത്. ഈ ഡയാലിസിസിന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ 1500 മുതൽ 2000 രൂപ വരെ ഒരു സാധാരണക്കാരന് ചിലവാകുന്നു. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഒരു രോഗി ഡയാലിസിസ് ചെയ്യേണ്ട ഗതികേടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് സ്വകാര്യ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ആശുപത്രിയിൽ എപ്പോഴും ഈ 1500 മുതൽ 2000 രൂപ വരെ കൊടുക്കേണ്ടി വരും. 3 തവണ 6000 രൂപ ഒരാൾക്ക് ചിലവാകുന്നുണ്ട്. അപ്പോൾ എന്നാൽ സർക്കാർ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് യൂണിറ്റുകൾ വന്നതോടുകൂടി
ഉണ്ടായ മാറ്റം ഈ സാധാരണക്കാർക്ക് വളരെ ₹1 പോലും മുടക്കില്ലാതെ വെറും ഓട്ടോ കൂലിയോ അല്ലെങ്കിൽ ബസ് കൂലിയോ കൊടുത്തുകൊണ്ട് മാത്രം അതും പിന്നെ ഈ പറയുന്ന പോലെ അതിനും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ബസ് ട്രാൻസ്പോർട്ടിംഗ് സംവിധാനത്തിൽ പോലും അതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അവിടേക്ക് എത്തി ഡയാലിസിസ് ചെയ്ത് സുഖമായി തിരിച്ച് വീട്ടിലേക്ക് എത്താൻ ഇവിടുത്തെ സാധാരണക്കാരായ രോഗികൾ കഴിയുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്നത് വെറും 8 എണ്ണം ആയിരുന്നെങ്കിൽ, അതായത് ഡയാലിസിസ് യൂണിറ്റുകൾ, ഡയാലിസിസ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ വെറും 8 എണ്ണം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ എണ്ണം 107 എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എന്നാൽ സംസ്ഥാനത്ത് ഇതിനു മുൻപ് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കാത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ഹൃദരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാത്ത് ലാബ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് കാത്ത് ലാബ് കൂടുതലായിട്ടുള്ളത്? 12 എണ്ണം ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് അത് 125 എന്ന് പറയുന്ന ഒരു എണ്ണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞു. 0 ആയിരുന്നു അതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ. അപ്പം 0-ൽ നിന്ന് 125-ലേക്ക് എത്തി. കാത്ത് ലാബുകൾ നമ്മുടെ സംസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ നിരവധി കണക്കുകൾ മന്ത്രി വീണ ജോർജ് എടുത്തങ്ങോട്ട് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കൊന്നും മിണ്ടാനില്ല. പലരും ഈ പറയുന്ന ഗാലറി വിട്ട് പുറത്തേക്ക് പോയി തുടങ്ങി. ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു അടിയന്തര പ്രമേയമായിരുന്നു. പ്രതിപക്ഷത്തിനൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം ഈ അടിയന്തര പ്രമേയത്തിനിടയിൽ സംസാരിച്ച നമ്മുടെ PC വിഷ്ണുനാഥ് മന്ത്രിയുടെ അതേ കുണ്ടറയിലുള്ള അവിടുത്തെ ഒരു ഹെൽത്ത് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അനുവദിച്ച കോടിക്കണക്കിന് രൂപയും പുതിയൊരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ചും അതിനുവേണ്ടി തുക കിഫ്ബിയിൽ നിന്ന് നൽകിയതിനെക്കുറിച്ചുമൊക്കെ വീണ ജോർജ് പറയുകയും ചെയ്തു. ഇതോടുകൂടി വിഷ്ണുനാഥിൻ്റെ ഫ്യൂസ് ഊരി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് നമ്മൾ നോക്കിക്കോളൂ, പിന്നീട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായി. ഇവിടെ മാതൃമരണ നിരക്ക് 43 എന്ന് പറയുന്ന മാതൃമരണ നിരക്കിൽ നിന്ന് നമുക്കത് 19 എന്ന് പറയുന്ന എണ്ണത്തിലേക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിച്ചു. അതും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളിൽപ്പെട്ടതാണ്. UDFിൻ്റെ കാലഘട്ടത്തിൽ 43 ആയിരുന്നു മരണനിരക്ക്. അപ്പോൾ മരണം അത് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഫ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സൗജന്യ മെഡിക്കേഷൻ, അതായത് സൗജന്യ വൈദ്യസഹായം നൽകിയത് കോടിക്കണക്കിന് രൂപയുടെ വൈദ്യസഹായം നമ്മൾ ചെയ്തു. അതായത് കഴിഞ്ഞ 24-25 കാലയളവിൽ നമ്മൾ, അതായത് ഇടത് സർക്കാർ ഇവിടെ കൊടുത്തിരിക്കുന്ന സൗജന്യ ചികിത്സയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 1500 കോടി രൂപയുടെ സഹായമാണ്, സൗജന്യ മെഡിക്കൽ സഹായമാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. നമ്മൾ പരിശോധിച്ച് നോക്കൂ. അതിൽ ഏകദേശം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 100 മുതൽ 180 കോടി വരെ മാത്രമായിരുന്നു UDFിൻ്റെ ഭരണകാലത്ത് നൽകിയിരുന്ന സൗജന്യ ചികിത്സാ സഹായം. എന്നാൽ അത് മാറി 1500 കോടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ശിശുമരണ നിരക്ക് 12-ൽ നിന്നും 5 കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ 12-5 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എടുത്ത് പറയേണ്ടതും ജനങ്ങൾ അറിയേണ്ടതുമായ കാര്യങ്ങൾ. ഇതൊക്കെയാണ്. അത് കേട്ടിരിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്നു. അതിന് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണമെന്നേ. കാര്യം ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളല്ലേ. അതോടൊപ്പം തന്നെ ഈ നമുക്കറിയാം, വിളപ്പിശാലയിൽ കഴിഞ്ഞ ദിവസം 19-ാം തീയതി ഉണ്ടായ ഒരു ദുരന്തം. ഒരു 36-കാരനായ ഒരാൾ ആശുപത്രിയിലേക്ക് സ്വന്തം ഭാര്യയോടൊപ്പം വരുന്നു. അവിടെ വന്നതിന് ശേഷം അവിടെ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ആരോപണം ഉയർത്തുന്നു. അങ്ങനെ അദ്ദേഹം ആംബുലൻസിൽ പോകുന്നു. മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴി അദ്ദേഹം മരിക്കുന്നു. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ആരോഗ്യരംഗം വല്ലാതെ മോശപ്പെട്ട അവസ്ഥയിലാണ് എന്ന് പറയുന്നത്. എന്നാൽ അതാണോ വാസ്തവത്തിൽ സംഭവിച്ചത്? അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ആ വന്ന രോഗി അവിടെ പുറത്തിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുറത്തിരിക്കുന്ന ആ വ്യക്തി, മരണങ്ങൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ല കാര്യങ്ങളല്ല. ഒരിക്കലും ഒരാളുടെയും മരണം ഉണ്ടാകരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരാൾ അവിടെ, ആ പറയുന്ന പേഷ്യൻ്റ് അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറത്തേക്ക് പോയി ഗ്രില്ലിട്ടിരുന്ന അവിടെ പോയി 3-4 തവണ കോളിംഗ് ബെല്ലടിക്കുന്നു. ഏകദേശം 2 മിനിറ്റിനകത്ത് തന്നെ അവിടെ നിന്ന് ഈ രോഗിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ ട്രീറ്റ്മെൻറ്റ് നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന് ഓക്സിജൻ സഹായം ഉൾപ്പെടെയുള്ള സഹായം അവിടെ വെച്ച് പ്രാഥമിക ചികിത്സ നൽകി. ഡെർഫിലിൻ പോലെയുള്ള ഒരു മരുന്ന് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ അവിടെ നിന്ന് ഓക്സിജൻ സൗകര്യമുള്ള മറ്റൊരു ആംബുലൻസിൽ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ഏകദേശം 10 മിനിറ്റോളം മാത്രമാണ്, 10-15 മിനിറ്റിൽ താഴെ മാത്രമാണ് ഈ രോഗി അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അദ്ദേഹം വന്നിറങ്ങി ഏകദേശം 2 മിനിറ്റിനുള്ളിൽ തന്നെ പ്രാഥമിക ചികിത്സയിലേക്ക് കടക്കാനും സാധിച്ചു എന്നുള്ളത് ആ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളവും ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ ഒരു കാര്യമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ, 2013 അവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി കല്ലിടിയിൽ നടത്തിയിരുന്നു. നമുക്കറിയാം എവിടെയാണ്? കാസർഗോഡ് ബദിയെടുക്കുക എന്ന് പറയുന്ന സ്ഥലത്ത്. എന്നാൽ ഇന്ന് കാസർഗോഡ് മെഡിക്കൽ കോളേജ് നമുക്ക് ഇന്നിവിടെ സാധ്യമാണ്. എന്നാൽ അതിനുശേഷം 2014 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പലരും ഉന്നയിച്ച ഒരു ആരോപണം, എവിടെയാണ് അന്ന് മന്ത്രി പോലും അവിടെ നിന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ നിരവധി ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നുണ്ട്. നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി ഒരു ജനസാഗരം തന്നെ അവിടെ എത്തിച്ചേർന്നു. ഇത്രയധികം ആളുകളെ കണ്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ
ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ആ മെഡിക്കൽ കോളേജ് സാധ്യമാക്കിയെടുക്കാൻ സാധിച്ചതും ഈ പോയ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജ് ഇവിടെ വലിയ കൊട്ടിഘോഷിച്ച് ബോർഡ് മാത്രം മാറ്റിക്കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജ് തുടങ്ങി. അവിടെ 50 സീറ്റുകളും അവിടുത്തെ കുട്ടികൾക്കായി അലോട്ട് ചെയ്തു. എന്നാൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 50 സീറ്റിൽ ഉള്ള കുട്ടികളെ പോലും പഠിപ്പിക്കാൻ കഴിയാവുന്ന സൗകര്യങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേന്ദ്രം അത് വെട്ടി അവിടെ പഠിപ്പിക്കേണ്ടതെന്നാക്കി. ആ കുട്ടികളുടെ ഭാവി പോയി. എന്നാൽ അതേസമയം ഇന്ന് 100 സീറ്റിലധികമുള്ള ഒരു മെഡിക്കൽ കോളേജാക്കി അതിനെ മാറ്റാൻ സാധിച്ചു. അതിനിടയിൽ വളരെ രസകരമായൊരു കാര്യം, വീണ ജോർജ് കല്ലിനെ പരിഹസിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയുണ്ടായി. അതാണ് അതിനകത്തിലെ ഏറ്റവും രസകരമായൊരു കാര്യം. കൊച്ചിയിൽ ക്യാൻസർ ആൻഡ് റിസർച്ച് സെൻറ്റർ അവിടെ ആരംഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ. അത് അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ ജോർജ് പറഞ്ഞു അവിടെ ഒരാൾ ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല, കല്ല് പോലും എന്ന് വീണ ജോർജ് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ആ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഓരോ പദ്ധതിക്കായി ഉമ്മൻചാണ്ടി നാടുനീളം നടന്ന് കല്ലിടുന്നതിനെ അനുസ്മരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ അതോടൊപ്പം തന്നെ ഓരോ നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലും ആശുപത്രികൾ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു വലിയ വിജയമായി തന്നെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി വീണ ജോർജ് പറഞ്ഞു വെച്ചു. ഇതെല്ലാം പറഞ്ഞു കേട്ട എല്ലാവർക്കും അവിടെ ഇരിക്കാൻ തോന്നിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അടിയന്തര പ്രമേയം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ എന്താ പറയുക അടിയന്തര പ്രമേയങ്ങളും അതായത് പ്രതിപക്ഷത്തിൻ്റെ അടിയന്തരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഇത്തവണയും കണ്ടത്. വീണ ജോർജ് കസറി എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ഇവിടെ നടന്ന ലിവർ ട്രാൻസ്പ്ലാന്റേഷനും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും അടക്കമുള്ള, അതായത് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നടത്തിയിട്ടുള്ള വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതോടൊപ്പം തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അവരെല്ലാം ഇന്ന് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നു. കാത്ത് ലാബുകളുടെ സേവനം സാധാരണക്കാർക്ക് സാധ്യമാകുന്ന തരത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്നുള്ള നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നതും. ഇതെല്ലാം ശരിക്കും ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. എന്നാൽ പ്രതിപക്ഷം ചെയ്യുന്നത് എന്താണ്? ഇവിടുത്തെ സർക്കാർ ആശുപത്രികളെല്ലാം കൊള്ളരുതാത്തതാണ്, അവിടെ പോയാൽ മരണം സംഭവിക്കും എന്നുള്ളത് വരെ പറഞ്ഞ് പരത്തിക്കൊണ്ട് ഇവിടെ കോർപ്പറേറ്റുകൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് വൻ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് പലപ്പോഴും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതെല്ലാം ചെറുക്കപ്പെടേണ്ടതാണെന്നും ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ വാസ്തവമായ കാര്യമെന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ ആരോഗ്യരംഗത്തെ പരിപോഷിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും നിരവധി ആളുകൾക്ക് 1500 കോടിയോളം രൂപ ചികിത്സാ സഹായമായി ഇവിടുത്തെ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അടക്കം ഇന്ന് ഓരോ വാക്കുകൾ പോലും എടുത്തു പറഞ്ഞുകൊണ്ട് വീണ ജോർജ് പറഞ്ഞത് സത്യത്തിൽ പ്രതിപക്ഷത്തിനുള്ള മറ്റൊരു അടിയന്തരമായി മാറുകയായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.